നരവണയുടെ പുസ്തകവും അദാനിയുടെ കേസും. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജനാധിപത്യമില്ല. പാർലമെന്റിൽ കാര്യങ്ങൾ പറയാനും കേൾക്കാനും കഴിയണം. മാധ്യമങ്ങൾക്ക് ഭരണകൂടത്തെയും അതിൻ്റെ അവിഹിത താൽപ്പര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ കഴിയണം. രാജ്യത്തിൻ്റെ സുരക്ഷ, സാമ്പത്തിക പരമാധികാരം എന്നിവയുമായി ബന്ധപ്പെട്ട 2 ചർച്ചകൾ ലോക്സഭയിൽ തടയപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. ചൈനയുടെ കയ്യേറ്റം നടന്ന സമയത്ത് രാഷ്ട്രീയ തീരുമാനം തേടിയിട്ടും കിട്ടിയില്ലെന്ന് അന്ന് കരസേനാ മേധാവിയായിരുന്ന എം നരവണെ തൻ്റെ പുസ്തകത്തിൽ എഴുതി. രാജ്യരക്ഷയാണ് വിഷയം. കരസേനാ മേധാവിയാണ് പറയുന്നത്. ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ വിഷയം ചർച്ച ചെയ്യാതെ ബഹളത്തിൽ മുക്കി. എന്നിട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചോ ഇല്ലേ, 2 കൊല്ലം മുൻപ് സമർപ്പിച്ചെങ്കിലും സർക്കാർ അനുവദിക്കാത്തതാണ് തുടങ്ങിയ സാങ്കേതിക വാദമുയർത്തിയും കേസ് കൊടുത്തും പുസ്തകരചനയ്ക്ക് കൂടുതൽ നിയന്ത്രണം വെച്ചും വിഷയം ചർച്ചയ്ക്ക് പുറത്താക്കി. പുസ്തകം എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നതിൻ്റെ ഉത്തരം കൂടി ഇതിലുണ്ട്. രാജ്യരക്ഷയല്ല മുഖ്യം, സർക്കാരിൻ്റെ സുരക്ഷയാണ്. വിമർശനമോ വിയോജിപ്പോ അനുവദിക്കാത്ത ജനാധിപത്യം എങ്ങനെ ജനാധിപത്യമാകും? കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ ചിത്രീകരിച്ച പോലെ നരവണയുടെ പുസ്തകത്തിൽ നിന്ന് സർക്കാരിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു പാർട്ടിയും IT സെല്ലും മാധ്യമങ്ങളും എല്ലാം. ഇനി ഇത്തരം പുസ്തകങ്ങളുടെ ശല്യമുണ്ടാകില്ല. ഫ്രഞ്ച് ദാർശനികൻ വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നിയന്ത്രിക്കുന്നതാര് എന്നറിയാൻ ആര് വിമർശിക്കുന്നതാണ് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് നോക്കിയാൽ മതി. അദാനിയെ വിമർശിച്ച ജേർണലിസ്റ്റ് രവി നായർക്ക് തടവ് ശിക്ഷ. മുൻപേ പരസ്യപ്പെട്ടിരുന്ന വസ്തുതകളെപ്പറ്റി എഴുതിയതിനാണ് ഇത്. ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് മാധ്യമ പ്രവർത്തകർക്കെതിരെ ധാരാളം കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആഗോള സംഘടനകൾ പറയുന്നു ഇത് മാധ്യമ സ്വാതന്ത്ര്യം ലംഘിക്കലാണെന്ന്. അദാനി പ്രീണനം വ്യക്തം. സെന്ററുകൾക്ക് ബജറ്റിൽ നികുതി ഒഴിവ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അദാനിക്ക് ഡേറ്റാ സെന്റർ അനുവദിച്ചിരുന്നു മോദി സർക്കാർ. ഇന്ത്യയൊട്ടുക്കും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും. കോർപ്പറേറ്റുകൾക്ക് വൻ വളർച്ച. പൊതുമണ്ഡലത്തിൽ അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ, പക്ഷേ അവയെപ്പറ്റി എഴുതിക്കൂടാ. അദാനിക്കെതിരെ അമേരിക്കയിലുള്ള അഴിമതി കേസിനെ പറ്റി ലോക്സഭയിൽ പറഞ്ഞുകൂടാ. പാർലമെന്റ് രാജസദസ്സാകരുത് എന്ന് മാധ്യമങ്ങൾ. ജനാധിപത്യം നോക്കുകുത്തിയാവുകയാണ്. സർക്കാരിന് സുതാര്യതയോട് അനിഷ്ടം. നിശബ്ദത പാലിക്കലല്ല ജനാധിപത്യം. മൻ കി ബാത്ത് അല്ല ജനാധിപത്യം. കോർപ്പറേറ്റുകൾ ജേർണലിസത്തെ വേട്ടയാടുമ്പോൾ, കോടതികൾ ജേർണലിസ്റ്റുകളിൽ നിന്ന് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുമ്പോൾ, സേനാ മേധാവിയുടെ രാജ്യസുരക്ഷയെപ്പറ്റിയുള്ള പുസ്തകം കുറ്റമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, അപ്പോൾ ഉറപ്പിക്കാം ജനാധിപത്യമല്ല പുലരുന്നത് എന്ന്. ഡെമോക്രസി ഒളിഗാർക്കിയായും കോർപ്പറേറ്റോക്രസിയായും രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്.